ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾക്ക് കല്യാണമൊക്കെ ആയിരുന്നല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് കല്യാണത്തിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സാരി എടുത്തായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു കേട്ടോ, എടുത്ത സാരി ഏതാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കരിനീല റെഡ് കോമ്പിനേഷനാണ് എടുത്തത്. ഇത് ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. കാരണം എനിക്ക് ബോർഡർലെസ് സാരി വേണം, ഈ കോമ്പിനേഷൻ വേണം. കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നമ്മളങ്ങനെയാണല്ലോ, കാണുമ്പോൾ എടുക്കലാണ് ഞാൻ എപ്പോഴും പതിവ്. നമ്മൾ കണ്ടിട്ട് പറഞ്ഞിട്ടൊന്നും പോയാൽ അത് കിട്ടാറൊന്നുമില്ല. പക്ഷേ ഇതെന്തോ കറക്റ്റായിട്ട് ആദ്യം തന്നെ ചെന്നപ്പോൾ തന്നെ ഈ ഒരു കോമ്പിനേഷന്, പിന്നെ ഇതില്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബ്ലാക്ക് അച്ഛനും കൂടി ഉണ്ടായ കാരണം അച്ഛനെ കൊണ്ട് എടുപ്പിച്ചില്ല. അച്ഛന് ബ്ലാക്കും ഈ കളർ തന്നെ എന്നോട് പറഞ്ഞു, ഇത് ഡാർക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പിന്നെ അമ്മ പറഞ്ഞു, മോളെ നല്ലതാണ്, നീ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതെടുത്തു. പിന്നെ ചേട്ടനും ഇഷ്ടമായി. അപ്പം പിന്നെ അച്ഛൻ പിന്നെ പൊതുവെ പറയും, അങ്ങനെ ബ്ലാക്ക് ആരും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ വില കൂടിയ പട്ടുസാരിയൊക്കെ ബ്ലാക്കിൽ എന്തിനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞാലേന്ന് ഓർത്തിട്ട് ബ്ലാക്ക് ഒഴിവാക്കി ഇത് തന്നെ എടുത്തു. പക്ഷേ ഇതിനേലും ഒന്നുകൂടി ഭംഗിയായിരുന്നു ബ്ലാക്കിൽ വന്നപ്പോൾ കേട്ടോ. ബ്ലാക്കിൽ റെഡ് വന്നപ്പോൾ ഒന്നുകൂടി ഭംഗിയായിരുന്നു. അങ്ങനെ ഞാൻ ഇതെടുത്തു. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ സാരി ഇപ്പോൾ എടുത്തിട്ട് ഞാൻ അതുപോലെ തന്നെ മടക്കി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഒരരികെ അടിക്കാനുണ്ട്, പിന്നെ സാരി ഫോളൊക്കെ വെക്കാനുണ്ട്. പക്ഷേ അത് നമുക്ക് പിന്നെ വയ്ക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ കാണിക്കാം. സാരി ഫോളൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു, അണ്ടർ സ്കേർട്ടും ഒക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കാനേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ തയ്ക്കണമെന്നോ എവിടെ തുടങ്ങണമെന്നോ ഒരു നിശ്ചയമില്ല. അപ്പോൾ ഞാൻ തുണി ഇങ്ങനെ 4 ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്ലീവ് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ലൈനിങ്ങിന്റെ അറ്റം ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇത്തിരി വ്യത്യാസം. എന്നിട്ട് നമുക്ക് വേണ്ട സ്ലീവ് അളവ്, ഞാനിവിടെ അളവൊന്നും എടുത്ത് വെച്ചിട്ടില്ലേ, ബോഡി മെഷർമെന്റിന് എടുത്ത് ചെയ്ത് കാണിക്കാം. അതാകുമ്പോ കുഴപ്പമില്ല. എന്നുവെച്ചാൽ എന്റെ അളവ് പഴയതൊക്കെ ഇരിക്കുന്നത് ചിലപ്പോ ഞാനിപ്പോ എനിക്ക് ഓരോ ദിവസം അളവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം മുട്ടുകൊണ്ട് ഇന്നലെ ഉള്ള അളവല്ല ഇന്ന് ചിലപ്പോ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിതിപ്പോ നാളെ ഇടേണ്ടതാണല്ലോ. അപ്പൊ ഇപ്പൊ ഉള്ള അളവ് എടുത്തിട്ട് അങ്ങ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ സ്ലീവിന്റെ ലെങ്ത് ഒന്ന് നോക്കുവാണ്. 11.5 കേട്ടോ. 11.5ക്ക് ഞാൻ 12.5 എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് താഴത്തും പോവും. ഞാനിവിടെ ലൈനിങ് വരച്ചിട്ടിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അത് ചോദിക്കരുത്, അത് വരച്ചിട്ടിട്ട് കട്ട് ചെയ്തില്ല. അത് കട്ട് ചെയ്ത് കളയും. ഞാൻ കട്ട് ചെയ്തേക്കാം. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴേ മറ്റേ ഹൽദിയുടെ ചുരിദാറിന്റെ അതിപ്പോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തപ്പോ തന്നെ ഒരു ഫസ്റ്റ് കമന്റ് വന്നിട്ടുണ്ട്, ലൈനിങ്ങിൽ തയ്യൽ തുമ്പി ഇട്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. അത് ചോദിച്ചത് കറക്റ്റ് ആണ്. കാരണം തയ്യൽ തുമ്പി ഇടുന്ന ഭാഗം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോ പോയി. അതുകൊണ്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്, തയ്യൽ തുമ്പ് അപ്പുറത്തേക്ക് ഇടണം കേട്ടോ. നിങ്ങൾക്ക് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ആവശ്യമുള്ളത് ഇടാന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ഞാനത് പിന്നെ മാർക്ക് ചെയ്ത് കറക്റ്റ് വരച്ചു കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത് അപ്പുറത്തേക്ക് ഇട്ട ആ എഡിറ്റ് ചെയ്ത സമയത്ത് അതങ്ങ് പോയി. അതുകൊണ്ടാണ്. അപ്പം അതുപോലെ ഇതിപ്പോ കട്ട് ചെയ്തിട്ട് ചിലപ്പോ ഞാനിനി ഇത് കട്ട് ചെയ്ത് കളയുന്ന ഭാഗം ചിലപ്പോ വീഡിയോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമാകരുത്. ഇപ്പൊ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ 11.5 അളവാണെങ്കിൽ 12.5 എടുത്തിട്ട് നമ്മള് വരച്ചിട്ടു. ഈ 12.5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് താഴത്തും 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴും നമുക്ക് പോവും. പിന്നെ ലൈനിങ്ങിൽ അടിച്ച് മറക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് കൈന്റെ ഈ 11.5 എടുത്ത അളവില്ലേ, അവിടുത്തെ താഴത്തെ വണ്ണമാണ് കേട്ടോ. ഒറ്റയ്ക്ക് അളവെടുക്കാനൊക്കെ ഇങ്ങനെ നമുക്ക് പഠിക്കാം. ഓക്കെ, 11 താഴത്തെ അളവ് 11. അപ്പൊ 11ന്റെ പകുതി കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, ടേപ്പും അടിക്കാൻ. 5.5
ഞാൻ ടേപ്പ് പഠിക്കുന്നത് 11ഉം 2 പോയിന്റും ഉണ്ട് കേട്ടോ. 2-3 പോയിന്റും കൂടി വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ 11 ആണെങ്കിൽ 5.5 എടുക്കുക. ആ പോയിന്റ് വരുവാണെങ്കിൽ കറക്റ്റ് ആ 11 പോയിന്റ് എടുത്തിട്ട് ടേപ്പ് ഒന്ന് മടക്കുമ്പോ നമുക്ക് ഇവിടെ ആ കറക്റ്റ് മടക്ക് തന്നെ കിട്ടും. അതാണ്. അപ്പൊ ഞാനവിടെ താഴത്തെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് റിഗാള്. ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ എടുക്കാൻ, ഒറ്റയ്ക്ക് എടുക്കുന്നോണ്ടിട്ട്. അല്ല ഇങ്ങനെ എടുത്ത് 16.5. നമ്മള് ഇപ്പൊ ഇവിടെ ഈ എൻഡ് വരെയുള്ളത് ഇതിന്ന് ഒരു മൂലക്കുന്ന് 3.5 എടുത്തിട്ട് നമ്മൾ ആ കൈയിന്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്യുവാണേ. ഓക്കെ, ഇതിപ്പോ നോർമൽ സ്ലീവിനാണ് കേട്ടോ നമ്മൾ 11.5 ലെങ്ത് ഒക്കെ എടുത്ത് കട്ട് ചെയ്തത്. പക്ഷെ എനിക്കിപ്പോ ഇതിലൊരു ചെറിയൊരു പഫ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശയമില്ലാതില്ല. അല്ല, പഫ് കൊടുക്കണ്ട, സാധാരണ നോർമൽ. പറഞ്ഞോ ആമി. അപ്പൊ 16.5 റിഗാള് വന്നത്. അപ്പൊ 8.25 വേണം. അപ്പൊ 8.25 ഇവിടെ വെക്കുക. ഈ അറ്റത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ റിഗാള് ഇപ്പൊ വരച്ചിട്ടില്ലേ, അതിൽ കൂടി കണ്ടോ 8.25 മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടത്തെ അളവും കിട്ടി, താഴത്തെ അളവും കിട്ടി. ഇനി നമ്മൾ ഒരളവ് കൂടി നോക്കണം കേട്ടോ. കാരണം ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ, നമുക്ക് ഈ മസിൽസ് ഒക്കെ വരുന്ന ഭാഗത്തെ വണ്ണം ചിലപ്പോ വ്യത്യാസം ഉണ്ടാവും. സ്ട്രെയിറ്റ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് വരയ്ക്കാം, പക്ഷെ ചിലവരുടെ വണ്ണം ഇവിടെ ഇങ്ങനെ വ്യത്യാസമുണ്ട്, ഇവിടെ ഈ ഭാഗം. അപ്പൊ അവിടത്തെ വണ്ണവും കൂടി ഒന്ന് എടുത്ത് നോക്കണേ. എന്താമി ചോറ് എട്ടെ 14 കേട്ടോ. അപ്പൊ 14ന്റെ പകുതി 7. അപ്പൊ ഈ മേലിൽ നിന്ന് നമ്മളിപ്പോ എടുത്ത അളവൊന്ന് നോക്കുക. ഞാൻ എടുത്തത് ഒരു 5.5 അളവാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ 5.5 വെച്ചിട്ട് അവിടെ വരുന്നത് 7 ആണ്ടോ. എനിക്കിപ്പോ ഒരു സ്ലൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നേരെ ആണെങ്കിൽ ഇങ്ങനെ ഒരു 2 പോയിന്റ് വണ്ണം എനിക്ക് അവിടെ കൂടുതലുണ്ട് നേരെ നമ്മൾ. അപ്പൊ അവിടെ ഒരു ടൈറ്റ് വരും. അപ്പൊ അതില്ലാതിരിക്കാൻ നമ്മൾ ഇപ്പൊ ഈ വരച്ച 7ലേക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് മേളിലേക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പൊ എനിക്ക് ആ കറക്റ്റ് അവിടുത്തെ ആ ഒരു വണ്ണത്തിന്റെ ഇതും കൂടി കിട്ടി. അപ്പൊ ആ നമ്മുടെ കൈയിന്റെ കറക്റ്റ് അളവായിട്ട് നിൽക്കുമ്പോഴല്ലോ നല്ലൊരു ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് എങ്ങനെ എടുത്തത്. എന്നിട്ട് ഞാൻ തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. മറ്റതിൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, സോറി കേട്ടോ. ഇത് കട്ട് ചെയ്യണതിന് മുമ്പട്ടെ ട്രേസിംഗ് വീലർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാതെ എങ്ങനെ ചെയ്തു നോക്കാം. ഇപ്പൊ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ആമി ഞാനും മാത്രമേ ഉള്ളൂ. ആമീനോട് മിണ്ടരുതെന്നൊക്കെ പറഞ്ഞിരുത്തിയിട്ടുണ്ട്. ആമി വന്നിട്ടുണ്ട്, വിശക്കട്ടെ ചോറ് കഴിക്കണമെന്നും പറഞ്ഞിട്ടെ. 1 മണി ആകാറായി ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പം ആമിക്കൊന്ന് ചോറ് കൊടുക്കണം. അപ്പൊ ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ട് ആമിക്കുഞ്ഞിന് ചോറൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പൊ ട്രേസർ വീലർ വെച്ച് വരക്കുമ്പോഴേ നമുക്ക് ഇപ്പുറത്തെ വരെ പാട് വരും. ഒന്നുകൂടി അമർത്തി വരക്കണുണ്ട്, കാരണം ഇത് 4 മടക്കാണല്ലോ. അപ്പൊ ഇനി അപ്പുറത്തൊന്നും നമ്മള് അളവെടുത്ത് നോക്കണ്ട. അപ്പൊ ഈ സ്ലീവ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാമോ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാം. കാരണം കട്ട് ചെയ്തതിന് പഫ് വേണോ വേണ്ടയോ കൊടുക്കണം. അമ്മയുടെ ബ്ലൗസ് സാധാരണ മതിയല്ലേ? കൊടുക്കണ്ട. സാധാരണ ഇങ്ങനെ സാധാ ഇങ്ങനെ പഫ് മതി. ആമി പറയണേ പഫ് കൊടുക്കാൻ. ഞാനിപ്പോൾ പഫ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് തുണിയൊക്കെ തിരിച്ചും മറിച്ചിട്ട് നോക്കിയിട്ടോ, കറക്റ്റ് 1 മീറ്ററേ ഉള്ളൂ. പഫും കൂടി കൊടുത്തു വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഇപ്പം നല്ല ലെങ്ത് ഒക്കെ വേണം, അപ്പോൾ തികയത്തില്ല. അതുകൊണ്ട് ഞാൻ പഫ് വേണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. ഞാൻ കൊടുക്കുന്നില്ല, ഇത് സാധാരണ കട്ട് ചെയ്യാം തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട്
തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത വസ്തു വെച്ചാണ് കട്ട് ചെയ്തു. സെന്റർ ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആമിക്കുഞ്ഞിന് ചോറ് കൊടുത്തിട്ട് തരട്ടെ. അങ്ങനെ ഞാൻ ആമിക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ സ്ലീവ് കട്ട് ചെയ്തൊക്കെ വെച്ചു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നെക്കൊക്കെ എങ്ങനെ ചെയ്യണം ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു മോഡൽ കണ്ടായിരുന്നു, അപ്പോൾ അതിലങ്ങ് ചെയ്ത് നോക്കാം. കാരണം എല്ലാ ബ്ലൗസും ഒരുപോലെ ചെയ്യേണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിലെന്തെങ്കിലും വർക്ക് കൂടി ചെയ്താൽ നല്ലതായിരുന്നു. പക്ഷേ വർക്ക് ചെയ്യാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ എന്തെങ്കിലും ഗോൾഡൻ ബീഡ്സ് അങ്ങനെയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബ്ലൗസ് പ്ലെയിൻ ആയി പോയല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ബോർഡർ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് ഇരിക്കട്ടെ, ഇനി വർക്കൊന്നും കൊടുക്കണ്ട. സത്യം പറഞ്ഞാൽ സമയം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇതിലിട്ട് കൂടുതലും പണിയാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മെഷർമെൻ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് കട്ട് ചെയ്താൽ പിന്നെ ഫ്രണ്ട് അത് വെച്ചിട്ടങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി, സിമ്പിളാണല്ലോ. അപ്പോൾ ബാക്ക് കട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ഷോൾഡറിൻ്റെ അളവെന്ന് നോക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ അളവെന്ന് നോക്കി. അപ്പോൾ 8.5, അതായത് 17 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പകുതി 8.5 എടുത്തിട്ട് മാർക്ക് ചെയ്തു. ഈ 8.5 തന്നെ ഷോൾഡർ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഫോട്ടോയിൽ കാണിച്ചിരുന്നത് പോലെയുള്ള, അതായത് നമുക്ക് ബോട്ട് നെക്ക് വന്നിട്ട് അതിലേക്ക് ഒരു താഴോട്ട് ഇറങ്ങിയ ഒരു ചെറിയൊരു മോഡൽ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ബോട്ട് നെക്കാണ്, 2 നെക്ക് പോലത്തെയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ബോട്ട് നെക്കാണ്. അപ്പോൾ ബോട്ട് നെക്കിന് നമ്മൾ ആ കൃത്യ ഷോൾഡർ തന്നെ എടുക്കണം. കാരണം ആദ്യത്തെ ആ ചെറിയൊരു ബോട്ട് നെക്ക് എടുക്കുമ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് ഡീപ്പാക്കുന്നില്ല. അപ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾക്ക് എത്രയാണോ ഷോൾഡർ അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യണം. അത് തന്നെ നേരെ താഴോട്ട് മാർക്ക് ചെയ്യണം. ഞാൻ അളവൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് പറയാം. എൻ്റെ അളവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ അളവെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പം എനിക്ക് 8.5 കിട്ടി. അപ്പോൾ 8.5 തന്നെ ഞാൻ താഴേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മളവിടെ തള്ളേണ്ട ഭാഗമൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ അണ്ടർആമിൻ്റെ അവിടുത്തെ ഫസ്റ്റ് ഷേപ്പ് അളവെടുത്തിട്ട് /26 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ തള്ളേണ്ട ഭാഗം എനിക്ക് കിട്ടിയത് 1.5 ആണ്. അത് തള്ളി ഞാൻ കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ഷേപ്പ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിയെടുത്തിട്ട് അതിനെ 4 ആക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷേപ്പ് കിട്ടും. കണ്ടോ, ടേപ്പിൽ തന്നെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, അപ്പോൾ കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. അപ്പം ഞാനത് എന്നെ അളവെടുത്ത് നോക്കിയിട്ട് അതിൻ്റെ 4-1 കണ്ടുപിടിക്കുകയാണ്. 10.5 തോന്നുന്നു കിട്ടിയത്. അപ്പോൾ ഞാനവിടെ 10 അടയാളപ്പെടുത്തി. പിന്നെ താഴത്തെ അളവ്, നമ്മൾക്ക് ഞാൻ ലെങ്ത്ത് എടുത്തത് 16 ലെങ്ത്ത് എടുത്തിട്ട് 17 ടോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ 16ൻ്റെ അവിടുത്തെ എത്രയാണോ, അതായത് ഷോൾഡറിൽ നിന്ന് 16 താഴോട്ട് വെച്ചിട്ട് എത്രയാണോ അവിടെ കിട്ടുന്നത് ആ അളവാണ് താഴേക്ക് കൊടുക്കേണ്ടത്. അതിൻ്റെ 4-1 ഭാഗം കൊടുക്കുക. കാരണം ഇത് ബാക്കാണ്. അപ്പോൾ ബാക്ക് പകുതി ഫ്രണ്ട് പകുതി. അപ്പോൾ ബാക്ക് മടക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് 4-1 എടുക്കുന്നത്. അങ്ങനെ അവിടെ 4-1 എടുത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കിൻ്റെ അളവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നെക്കൊന്നും ഇതിൽ കട്ട് ചെയ്യില്ല, നെക്ക് സ്റ്റിഫിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ നെക്ക് മോഡൽ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ സത്യത്തിൽ ചെയ്തത്. ബ്ലൗസ് തയ്ക്കണ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് എങ്ങനെ ആകുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് അളവ് എനിക്ക് ഓക്കെയാണ്, പക്ഷേ ഫ്രണ്ട് നമ്മൾ ബോട്ട് നെക്കല്ല ചെയ്യുന്നത്, ഫ്രണ്ട് ഡീപ്പ് നെക്കാണ് താഴോട്ട് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഏത് രീതിയിൽ വരുമെന്ന് എനിക്കിപ്പോൾ നേരത്തെ അത് പറഞ്ഞു തരാനായിട്ടുള്ള ഒരിതില്ല. കാരണം ഫ്രണ്ട് ഞാൻ തയ്ക്കുമ്പോൾ അത് കാണാട്ടോ നിങ്ങൾക്ക്. ഫ്രണ്ട് ഞാൻ കട്ട് ചെയ്ത് ബാക്ക് വെച്ച് തന്നെ വേഗം കട്ട് ചെയ്തെടുത്തു. ഇപ്പം ഞാൻ സ്റ്റിഫിൽ ബ്ലൗസ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ടും ബാക്കും ഡിഫറെൻറ്റ് നെക്കാണ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എനിക്കിത് തയ്ച്ച് കഴിഞ്ഞിട്ട് എനിക്കിത് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഇത് കിട്ടുള്ളൂ. നമ്മൾ തയ്ച്ചാണല്ലോ ഇങ്ങനെ പഠിക്കുന്നത്. നമുക്കിപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. എനിക്ക് എൻ്റെ ബ്ലൗസ് തന്നെ ആയതുകൊണ്ട് വേറെ ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ലല്ലോ, തള്ളി കിട്ടും എന്നുള്ള പേടി വേണ്ട. അപ്പം ഞാൻ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്ക് കട്ട് ചെയ്തെന്നത് ഒന്ന് കാണിച്ചു തരുവാണേ. അപ്പോൾ ഞാൻ സ്റ്റിഫ് എടുത്തിട്ട് സ്റ്റിഫിൽ നമ്മളൊരു ബോട്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ട് നെക്കിന് വേണ്ട അളവെടുത്തു. അപ്പോൾ 8.5 നമ്മുടെ അളവ്. അതിൽ നിന്ന് 2.5 കുറച്ചിട്ട് ബാക്കി അളവ് 6.5 ഡീപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേ ബോട്ട് നെക്ക് നന്നായിട്ട് എടുക്കാം കേട്ടോ. അത് വെച്ച് ചെയ്തിട്ട് ഇനി താഴേക്കുള്ള ആ ഒരു ഷേപ്പ് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ആ ബ്ലൗസിൻ്റെ
പിക്ചർ അത് ഉണ്ടല്ലോ അതുപോലെ നമ്മൾ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് താഴേക്ക് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പും വരച്ചിട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് ബോട്ട് നെക്കിൽ നിന്ന് താഴേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിങ്ങനെ സ്റ്റിഫിൽ ചെയ്യണം. പക്ഷേ ഈ ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ ആണ്, ബാക്ക് ഓപ്പൺ അല്ല. അതുകൊണ്ട് ഫ്രണ്ട് ഓപ്പൺ ആയാലും ബാക്ക് ഓപ്പൺ ആയാലും ഈ നെക്ക് പകുതിയാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ബാക്ക് ഓപ്പൺ ആണെങ്കിൽ തന്നെയും നമ്മൾ ഈ നെക്ക് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ബാക്ക് ഓപ്പൺ ആണെങ്കിൽ തന്നെ ഫസ്റ്റ് ഈ നെക്കും കൂടി നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കേണ്ട കാര്യമില്ല. അത് ബാക്കിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിൽ ഇപ്പോൾ ഹുക്സ് പടി ഈ പടിയൊക്കെ വരുമ്പോൾ അത് പോകാനായിട്ടുള്ള ഒരു കാലിഞ്ച് അതുകൂടി നെക്കിലൊന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി. നെക്കിലൊന്ന് അത്രയും കൂടി വിട്ട് കൂട്ടിയെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ബാക്ക് ഓപ്പൺ അല്ല ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ബാക്കിൽ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഫ്രണ്ട് നെക്കിൽ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് ഞാൻ തയ്ക്കാൻ എടുക്കുമ്പോൾ അത് മനസ്സിലാവേ. ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ നെക്കൊന്ന് കട്ട് ചെയ്ത് സ്റ്റിഫിലൊന്ന് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാനാണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തയ്ച്ച് പക്ഷേ തയ്ച്ച് ഞാൻ ഇട്ടല്ലോ സംഭവം. നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ചെറിയൊരു വെച്ചാൽ ഫ്രണ്ട് ഡീപ്പാണ്, ബാക്ക് ഡീപ്പല്ല. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷനിലൊരു ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് വന്നപ്പോൾ എന്തായാലും സംഭവം നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും ആദ്യം ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ദൈവമേ എങ്ങനെയാവുമെന്ന്. കാരണം ഫ്രണ്ടും ബോട്ട് നെക്ക് അല്ലല്ലോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അപ്പം ഞാനത് ആ നെക്കൊന്ന് വരച്ചെടുത്തിട്ട് അതൊന്ന് സ്റ്റിഫിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. നമ്മളിങ്ങനെ നെക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നെക്കൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റിഫിൽ കട്ട് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ ആ ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ തയ്ക്കുമ്പോൾ എല്ലാവരും പറയും, വീട്ടിലൊക്കെ തയ്ക്കുന്നവർ ഇപ്പം അവരവരുടെയൊക്കെ തയ്ച്ചെടുക്കുന്നവർ പറയും നമുക്ക് ആ ഫിനിഷിങ് കിട്ടുന്നില്ല, പുറത്ത് കൊടുക്കുന്ന ഭംഗി കിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. പുറത്ത് അതായത് ഒരു ബൊട്ടീക്ക് സ്റ്റൈല് ആ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് നെക്കൊക്കെ സ്റ്റിഫിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഹെമ്മിങ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഹെമ്മിങ് ചെയ്ത് തന്നെ എടുക്കണം. ഫ്രണ്ട് നെക്കൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്രണ്ട് നെക്കൊക്കെ അടിച്ച് അതിൻ്റെ അടിപ്പൊന്നും പുറത്ത് കാണരുതെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ ഉണ്ടല്ലോ ഈ നെക്ക് അടിച്ച് മറിക്കാനായിട്ടേ ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു വേറൊരു മെറ്റീരിയലാണ് കേട്ടോ, ലൈനിങ് മെറ്റീരിയൽ 1 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇത്രയും തുണിയൊക്കെ ഇങ്ങനത്തെ നെക്കൊക്കെ ചെയ്യുമ്പോഴേ സാധാരണ നമ്മൾ 1 മീറ്റർ ബ്ലൗസ് എടുത്തിട്ട് ക്രോസ് കട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ക്രോസ് പീസൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ആ സൈഡ് പീസൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനിങ്ങനെ അടിച്ചു മറിക്കാൻ ഇത്രയും തുണി വേണം. അപ്പോൾ അതൊന്നും 1 മീറ്ററിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് നെക്കൊക്കെ വരുമ്പോഴത്തേക്കും പാറ്റേൺ വർക്കൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും ലൈനിങ് കുറച്ച് കൂടുതൽ 1.25 1.5 എടുത്തേക്കണം. ലൈനിങ്ങിൻ്റെ പൈസ ഇത്രയല്ലേ വരുള്ളൂ, വേണമെങ്കിൽ ഒരു 25 റുപ്പീസും കൂടി കൂടുതൽ വരും. അപ്പം നമുക്ക് ആ കളറിലൊക്കെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് ഉണ്ടായിരുന്നത് കൊണ്ടും ഇത് എൻ്റെ ബ്ലൗസ് ആയതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ പഴയ തുണിയൊക്കെ എടുത്തത്. പുറത്തുള്ളവരുടെ ആണെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ല, അവരോട് ലൈനിങ് അല്ലെങ്കിൽ നമ്മളാണ് എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പം ഞാനതിൽ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പം ഞാനതിൽ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് ഞാനൊരു സ്ക്വയർ വി നെക്കാണ്, വി നെക്കല്ല സ്ക്വയർ വന്നിട്ട് ഒരു വി നെക്ക്, അതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എടുക്കാൻ പ്രയാസമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ബാക്കിൽ നമ്മൾ 8.5 ഷോൾഡർ എടുത്തു. പക്ഷെ ഫ്രണ്ട് ഡീപ്പാവുമ്പോൾ നമ്മൾ ഷോൾഡർ സാധാരണ കുറച്ചാണ് എടുക്കുന്നത്. നമ്മൾ ഡീപ്പ് നെക്ക് എടുക്കുമ്പോൾ കുറവ് ഷോൾഡർ മതി. എന്തോരം ഡീപ്പാവുന്നുവോ അത്രയും കുറവാണ് നമ്മൾ സാധാരണ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആയതുകൊണ്ടിട്ട് ഇത് എങ്ങനെ വരുമെന്ന് എനിക്ക് തയ്ച്ച് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. ഇങ്ങനെയും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് നോക്കണമല്ലോ. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, ഫ്രണ്ട് ഇറങ്ങി ബാക്ക് കയറി. അപ്പോൾ നമുക്ക് എങ്ങനെ വരും എന്നൊന്ന് നോക്കാം. അപ്പം ഞാനതിലൊരു സ്ക്വയർ വി ഒക്കെ കട്ട് ചെയ്ത് ഞാനിങ്ങനെ വെച്ചൊക്കെ നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് തോന്നുന്നു. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. എന്തായാലും ആരോട് സമാധാനം പറയണ്ടല്ലോ, എൻ്റെ തന്നെയല്ല. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിൽ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നെക്ക്, അതായത് നമ്മുടെ എന്താ പറയുക ബോട്ട് നെക്ക് വന്നിട്ട് ആ ഒരു ഡിസൈൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. സംഭവം അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാവർക്കും ഇഷ്ടമായിട്ടോ അങ്ങനെ ചെയ്തത്.
അപ്പം ഞാൻ അതിന് വേണ്ടി നമ്മുടെ കുറച്ച് തുണി എടുത്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് നമ്മുടെ ലൈനിങ് തുണിയിൽ കട്ടിങ് പീസും തികഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ തുണിയിൽ നിന്ന് തന്നെ നമുക്ക് കട്ടിങ് പീസ് എടുക്കുമ്പോൾ അപ്പോൾ ഫ്രണ്ട് ഞാൻ ചെയ്യുന്നതുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, മറന്നുപോയല്ല പറയേണ്ടത്, പ്രിൻസസ് കട്ട് തന്നെയാണ്, പക്ഷെ അത് താഴെ വരെ ഇല്ല, താഴെ പ്രിൻസസ് കട്ടിൽ കട്ടിങ് പീസും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ മോഡൽ മനസ്സിലാവും. ഞാൻ പ്രിൻസസ് കട്ടൊക്കെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാ കണക്കും കൂടി കാണിച്ചു തരാതിരുന്നത്, ഞാൻ തന്നെ എന്താ പറയുക, എനിക്ക് ഉറപ്പില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ നെക്കിൻ്റെ കാൽക്കുലേഷനൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് എനിക്ക് അടുത്തത് ഞാൻ ഇതുപോലെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതൊന്ന് തയ്ക്കുന്ന ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് പറയണം കേട്ടോ എങ്ങനെയായിരുന്നു എന്നൊക്കെ. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്യണമെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ നമുക്കതൊന്ന് തയ്ച്ച് തുടങ്ങാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ അളവും, ഫ്രണ്ട് ഇത്ര, ബാക്ക് ഇത്ര, നെക്ക് ഇത്ര എന്നൊക്കെ പറയാത്തത് കേട്ടോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാന്നേ. അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ട് നെക്ക് എടുത്തു. അപ്പോൾ അത് സ്ക്വയർ വി ഇങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ ആ തുണിയിലേക്ക് വെച്ചിട്ട് ഒന്ന് പതിച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ സ്റ്റിഫിലൊന്നും ചെയ്യാത്തവർ ഇതൊക്കെ കണ്ടോ, ഇതാണ് സ്റ്റിഫ്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. നേരത്തെ എന്നോട് സംശയമൊക്കെ ചോദിച്ചായിരുന്നല്ലോ, സ്റ്റിഫ് ഇതുപോലെ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അവരൊക്കെ കണ്ടോളൂ, ഇതാണ് സ്റ്റിഫ് പേപ്പർ, നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് നമ്മൾ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഇത്തിരി വൈഡായിട്ട് കട്ട് ചെയ്തത് എന്താണെന്നറിയാമോ, ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ വരുമല്ലോ, ഓപ്പൺ വരുമ്പോൾ ഹോക്സ് പടി അയ്പടിയൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും അവിടെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചൊക്കെ പോകും. അപ്പോൾ അത്രയും കൂടി പോകുന്നതുകൊണ്ടാണ് ഞാനത് വൈഡാക്കി തന്നെ എടുത്തത്. കാരണം നമുക്കത് വെച്ച് കൊടുക്കേണ്ടതാണ്, കട്ട് ചെയ്ത് പോയിട്ട് അവിടെ മടങ്ങി പോവും. അത് തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ നെക്ക് എടുത്തിട്ടുണ്ട്. ഈ നെക്ക് എടുത്ത് വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ച് ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അയൺ ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് തിരിച്ച് വെച്ച് കൊടുത്തു. അതങ്ങനെയായിരുന്നു വെക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് അടിച്ച് എല്ലാ വശവും അതുപോലെ തന്നെ ആ തുണിയിലേക്ക് പതിച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ തേച്ച് പിടിപ്പിക്കില്ല, അതിങ്ങനെ നമുക്ക് നെക്കിങ്ങനെ എന്തായാലും അതിലോട്ട് അടിച്ച് വെക്കണം. അപ്പോൾ ഇതിങ്ങനെ അടിച്ച് അവസാനം തേക്കുമ്പോൾ അതവിടെ ഇരുന്നോളൂ. എന്നിട്ട് അതിൻ്റെ അരികു ഭാഗമൊക്കെ ഒന്ന് മടക്കി നന്നായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. കണ്ടോ, എൻ്റെ അകം ഭാഗമൊന്നും ഇപ്പോൾ വെട്ടരുത് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് അതും ഒന്ന് കൃത്യം മടക്കിയിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് കണ്ടുപിടിച്ച് അതൊന്ന് നോട്ട് ചെയ്ത് ഒരു നോച്ചൊക്കെ ഇട്ട് വെക്കുക. കണ്ടോ, ഇപ്പം നമ്മൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിഫിലും കൂടി തുണിയിലേക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്ക് എടുത്തില്ല, ഞാൻ കൈയാണ് എടുത്തത് കേട്ടോ. സ്ലീവ് നമ്മൾ അതുപോലെ തന്നെ ലൈനിങ്ങിലേക്ക് അടിച്ച് പതിപ്പിച്ച് വെക്കുവാണ് കേട്ടോ. ഉണ്ടോ, ചുറ്റിനും വശം ഞാൻ അടിച്ച് മറിക്കാമെന്ന് വിചാരിച്ചാണ് താഴെ അരേഞ്ചൊക്കെ എടുത്തത്. പക്ഷേ ഈ തുണിയില്ലേ നന്നായിട്ട് നിഴൽ കാണും. അപ്പോൾ ഞാനത് അവിടെ അടിച്ച് മറിച്ചൊക്കെ വെക്കുമ്പോഴല്ലോ ആ താഴെ ഭാഗത്ത് നിഴൽ കാണും. എനിക്കങ്ങനെ കാണുന്നതൊന്നും ഇഷ്ടമല്ല. ഒരു അഭംഗിയായിരിക്കും അങ്ങനെ കാണുന്നതൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്നോ, താഴെ അരേഞ്ച് കാൽക്കുലേഷൻ ചെയ്തുള്ളെങ്കിലും ഞാൻ താഴെ അങ്ങ് കുറച്ച് ഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ട് കുറച്ച് ഇത്തിരി ഇറക്കം കുറയുന്നില്ല, ഒരു 1/4 ഇഞ്ചും കൂടി ചിലപ്പോൾ ഇറക്കം കുറയും. എന്നാലും ആ ഭാഗം ഒന്ന് ഹെമ്മിങ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങ് മടക്കി അങ്ങ് അവിടെ വെച്ചിട്ടോ. എന്നാലും ഇറക്കം വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനത് ആദ്യം ഓർത്തില്ലായിരുന്നേ, കാരണം ഇത് നിഴൽ കോട്ടൺ സിൽക്ക് ആയതുകൊണ്ടിട്ടേ നമുക്ക് ആ ലൈനിങ്ങിൻ്റെ ഷെയ്ഡൊക്കെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ച് അടിച്ച് മറിച്ച വൃത്തികേടായിരിക്കും. അങ്ങനെ കൈയൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി ബാക്ക് നമ്മൾ എല്ലാ വശവും ചുറ്റിനും ഒന്ന് അടിച്ച് പതിപ്പിച്ച് വെക്കുവാണ് കേട്ടോ. ലൈനിങ്ങിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കണ്ടോ. എന്നിട്ട് താഴെ ഭാഗത്തേ നമുക്കൊരു പടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തുണിയില്ലല്ലോ, അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പീസൊക്കെ ആക്കി എടുത്തേക്കണം. 2-3 പീസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ താഴെ ഒരു പടി വെച്ചിട്ട് അകത്തേക്ക് നമുക്ക് മറിച്ചെടുത്തിട്ട് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ താഴെ അപ്പോൾ അരേഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ, മേളിലെ അരേഞ്ച് താഴത്തെ അരേഞ്ച്. അപ്പോൾ താഴത്തെ അരേഞ്ച് ഇങ്ങനെ പടി വെച്ച് അടിച്ചു കൊടുത്ത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ലൈനിങ്ങിലാണ് പതിച്ചടിക്കുന്നത്. അതകത്തോട്ട് വെച്ച് ഹെമ്മിങ് ചെയ്യുമ്പോൾ താഴെ പടി റെഡിയായി.
എന്നിട്ട് ഇതിലേക്ക് നെക്ക് തയ്ക്കണം. അപ്പം നമ്മളതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അത് നെക്ക് തയ്ക്കാനുള്ള സെൻട്രൽ പോർഷൻ അതിലും ഒന്ന് മാർക്ക് ചെയ്ത് ഉണ്ടോ എല്ലാ വശവും ഒന്ന് ഈക്വലാണോ എന്നൊക്കെ നോക്കി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ നെക്ക് എടുത്തിട്ട് അതിലേക്ക് വെച്ച് തയ്ച്ചു കൊടുക്കുവേ. ഈ നെക്ക് വെട്ടേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല കേട്ടോ. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ 2 നെക്കൊക്കെ ചെയ്തെടുക്കണ്ടേന്ന്. പക്ഷേ എളുപ്പമാണ്. ഇത് കണ്ടോ പിന്നെ സെൻറ്റർ ഒരുപോലെ. അപ്പോൾ ഇതിലും നമ്മൾ സെൻറ്റർ നെക്ക് കട്ട് ചെയ്ത് വരച്ചതിൽ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഒപ്പം വെച്ച് കൊടുത്തിട്ട് നമ്മളത് തയ്ച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ അടിക്കാൻ പോയി. അപ്പോഴാണ് ഓർത്തത് അയ്യോ ഇങ്ങനെ അടിക്കരുത്, അപ്പോൾ നമുക്കത് ആ ഭാഗം മറിച്ചകത്തേക്ക് വെക്കേണ്ടതല്ലേ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രയും ഡീപ്പിൽ ഇത്രയും ലെങ്ത്തിൽ ഇങ്ങനെ വരുന്ന നെക്കാണല്ലോ, അപ്പോൾ അത് ആദ്യം ഒന്ന് എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടാനായിട്ട് സെൻറ്റർ ഒന്ന് അടിച്ചിട്ട് നമുക്കതവിടെ പതിഞ്ഞിരിക്കുമല്ലോ, അതാകുമ്പോൾ അത് കട്ട് ചെയ്ത് പോകേണ്ട ഭാഗമാണ്. അപ്പോൾ ആ അടി അവിടെ ഒന്ന് അടിച്ചിട്ട് നമ്മളിനി നെക്ക് ആ ഒരു ഷേപ്പിൽ തയ്ച്ചെടുക്കുവേ. ഉണ്ടോ നെക്കിൻ്റെ ആ ഷേപ്പ് നമ്മൾ വീഡിയോയിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉണ്ടോ അങ്ങനെ വെച്ച് അങ്ങനെ വന്നിട്ട് നേരെ താഴേക്ക്. അപ്പോൾ ആ പോയിൻ്റൊക്കെ കുത്തി നിർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പുറത്തെ വശവും അപ്പുറത്തെ സൈഡും വരുമ്പോൾ ഉണ്ടല്ലോ ആ മൂല എഡ്ജൊക്കെ കറക്റ്റായിട്ട് തന്നെ വരണം കേട്ടോ. എല്ലാ മൂലക്കും അത് കറക്റ്റായിട്ട് തന്നെ എടുത്തില്ലെങ്കിലുണ്ടല്ലോ ഒരു ഭാഗം കയറി ഒരു ഭാഗം ഇറങ്ങി അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ഇത്തിരി സമയം എടുത്തിട്ട് നമ്മൾ ചെയ്തേക്കണം. കണ്ടോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ അകത്തുനിന്ന് ആദ്യം ബോട്ടിനൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റും. അരയിഞ്ച് തയ്യൽ തുമ്പ് അവിടെ ഇട്ടേക്കണേ, തയ്ച്ചതിൻ്റെ തൊട്ട് പറ്റിയ കട്ട് ചെയ്യരുത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തെ നെക്കും ഒന്ന് ആ ഒരു ഷേപ്പിൽ അരയിഞ്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ അകത്ത് കട്ട് ചെയ്യൂലേ ഫിനിഷിങ് കിട്ടാൻ, അതുപോലെ ചുറ്റിനും മൂല ഭാഗമൊക്കെ അത് ആ മൂലയുടെ ഭാഗമൊക്കെ അവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഇപ്പം ഞാൻ പിടിക്കുന്ന ഭാഗമില്ല അവിടെ നിന്ന് കുറച്ച് തുണി കട്ട് ചെയ്ത് കളയണം കേട്ടോ. കാരണം അത് നമ്മൾ കുത്തി മറിച്ച് അപ്പുറത്തേക്ക് എടുക്കുമ്പോഴുണ്ടല്ലോ അവിടെ അധികം തുണി ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ഭാഗത്ത് കറക്റ്റ് പോയിൻ്റായിട്ട് വരില്ല. അപ്പോൾ അതിന് വേണ്ടി അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ മറിച്ചെടുക്കണം. അപ്പോൾ ആ മൂലഭാഗം എന്തെങ്കിലും ഒരു ടൂൾ ഇട്ടിട്ട് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ വലിയൊരു നീഡിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്നതേ കുത്തി മറിച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇത് ശരിക്കും വലഞ്ഞിങ്ങോട്ട് കിട്ടാനാണെങ്കിൽ നമ്മളൊരു ലൂപ്പൊക്കെ അവിടെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കിങ്ങോട്ട് കുത്തി മറിച്ചൊക്കെ എടുക്കാം. സാധാരണ ഒരു ലൂപ്പും ഒരു ഷോ ബട്ടണും കൊടുത്താൽ നല്ലതായിരുന്നു കേട്ടോ. ആ ഭാഗത്ത് ഞാനുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇനി ഷോ ബട്ടണൊക്കെ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് അല്ലെങ്കിൽ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ഒരു ഓക്സ് അയ്യോ അവിടെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ തയ്ച്ചതൊക്കെ ഉണ്ട് കേട്ടോ. ചുരിദാറിലൊക്കെ ഞാൻ ഫ്രോക്കിലും ഗൗണിലൊക്കെ ഞാൻ ഇതൊക്കെ ഈ മോഡലൊക്കെ മോൾക്കാണെങ്കിലും പുറത്തൊക്കെ ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ ഷോ ബട്ടണൊന്നും വയ്ക്കുന്നത് എനിക്ക് അത്ര വലിയ കാര്യമല്ല കേട്ടോ. എനിക്ക് സിമ്പിളായിരിക്കണം. അപ്പോൾ എന്ന് വെച്ചെന്നാൽ ഞാൻ ഇടാതിരിക്കുകയില്ല. ഇപ്പം സത്യത്തിൽ എനിക്ക് അതിനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. കണ്ട അപ്പം നമ്മുടെ നെക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറം വശൊരു കോണിച്ച പോലെ തോന്നുന്നത് അത് ഞാൻ കറക്റ്റാക്കി ഇടാഞ്ഞിട്ടാണ് കേട്ടോ. അത് കറക്റ്റ് ചെയ്ത് ആ ഇപ്പുറം വശത്തെ ഷോൾഡർ ഭാഗം കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് ആകുന്നുണ്ട്. അത് ഇച്ചിരി നീങ്ങി കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ശ്രദ്ധിച്ചപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ആ സൈഡ് പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട അകത്തുനിന്ന് ഞാൻ തുറന്നിടുമ്പോൾ അത്രയും ഭാഗം അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ വീഡിയോയിൽ ഇങ്ങനെ ഞാനത് ആദ്യം നിവർത്തി ഇടാഞ്ഞ കൊണ്ടിട്ട് അവിടെ ഒരു ചരിവ് പോലെ എനിക്കും തോന്നിയായിരുന്നു. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിനൊക്കെ ഞാൻ പ്രിൻസസ് കട്ടാണ്. അപ്പോൾ ഫ്രണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടി വന്നായിരുന്നു, കാരണം തുണി കിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതാണ്, പ്രിൻസസ് കട്ടാണല്ലോ. അപ്പം നമ്മൾ ഇതിങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് താഴേക്ക് അധികം നീണ്ടിട്ടില്ല. താഴെ ഒരു കട്ടിങ്ങും വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് താഴേക്ക് അധികം നീളം കാണാത്തത്. നമ്മൾ ആ 17 എടുത്ത അളവ്
ഇതിലും എടുക്കും, കാരണം ഇതിലും ഒരു കട്ടിങ് പീസൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞു തരാമെന്നത്, എല്ലാ അളവും കൂടി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ട. ഈ നെക്ക് മെയിനായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത് വീഡിയോ ചെയ്തത്. പ്രിൻസസ് കട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്തിരി വ്യത്യാസമുണ്ട്, ഒരു കട്ടിങ് പീസ് കൂടി വരുന്നുണ്ട്. അത് തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഞാനിതെല്ലാം ലൈനിങ്ങിലേക്ക് ഒന്ന് അടിച്ച് പതിപ്പിച്ച് വെക്കുവാണേ. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെഷീനിലെ നൂല് പൊട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തിട്ട് ഓയിൽ, ഇതിലൊരു എന്താ പറയുക, ക്യാരിയർ, അതിൽ ഫുൾ ഓയിലുണ്ടാവും കേട്ടോ. അതിൽ ഓയിൽ ഇത്തിരി കുറവാണ്, അതിന് വാങ്ങിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടുന്നു. ഇപ്പം ഞാൻ തയ്ക്കുന്നത് ആ ഫ്രണ്ട് ഭാഗത്ത് സൈഡ് പോർഷനാണ്, അത് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ഭാഗമാണ്. ഇനി ഇത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവേ. നമുക്ക് തുണി കുറവാണെങ്കിലുണ്ടല്ലോ, നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ബാക്ക് കട്ട് ചെയ്തിട്ട് ആ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മളൊരു പേപ്പറിൽ, ഒരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത്, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എന്താ പറയുക, ടക്ക് പോയിൻ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം കട്ട് ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ പീസൊക്കെ നമുക്ക് തുണിയിൽ കിട്ടും കേട്ടോ. അപ്പം ഞാനത് തയ്ച്ചിട്ടൊന്ന് വെച്ചൊക്കെ നോക്കിയതാണ്, ടക്കൊക്കെ കറക്റ്റാണോ എന്ന്. കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ പീസിലേക്കുണ്ടല്ലോ, നമ്മുടെ കട്ടിങ് പീസ് നമ്മൾ സാധാ ബ്ലൗസിൽ വെക്കൂലേ, ആ കട്ടിങ് പീസ് താഴെ വെച്ച് കൊടുക്കും കേട്ടോ. എനിക്ക് സത്യത്തിൽ ഞാൻ കട്ടിങ് പീസ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഒരിഷ്ടം. ഇങ്ങനെ പ്രിൻസസ് കട്ട് ഇഷ്ടമാണ്, അപ്പം അത് നമുക്ക് കട്ടിങ് പീസ് വെച്ചിട്ടും ചെയ്യാമല്ലോ. കണ്ടോ, ടക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കട്ടിങ് പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കട്ടിങ് പീസ് അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. അതിന് മുമ്പിട്ട് ഞാൻ നെക്കൊന്ന് അത് കട്ട് ചെയ്ത് എടുത്തു, കാരണം ഇത് കട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഞാനതല്ല, ആ നെക്കിൽ ഞാൻ കൂടുതൽ എന്താ പറയുക, കൂടുതൽ എടുത്ത് വെട്ടിയായിരുന്നു നെക്കിനും കൂടിയുള്ള അളവ്. അപ്പോൾ അത് കട്ട് ചെയ്ത് തന്നെ അതിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് പോകുമ്പോൾ പടി വെച്ച് പോകാനുള്ള കാലിഞ്ചും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട് നെക്കും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി കട്ടിങ് പീസ് പതിപ്പിച്ചൊക്കെ ഒന്ന് അടിക്കുവാണ്. എന്നിട്ട് അത് ഇപ്പം നമ്മൾ തയ്ച്ച ആ പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ തയ്ച്ച് കഴിഞ്ഞിട്ട് ആ ലൈനിങ്ങിൻ്റെ വശമൊക്കെ നീണ്ടു എന്നതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാണേ. നമ്മളിങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, കണ്ടോ, അതിൻ്റെ കട്ടിങ് പീസ്, ഇതിങ്ങനെ മാറിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കട്ടിങ് പീസും അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുവാണേ. ദൈവമേ, ഇത് തയ്ക്കുന്ന സമയത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എങ്ങനെ വരും ഈശ്വര, വേറെ ബ്ലൗസ് അല്ല എന്തെങ്കിലും വന്നാലും ഞാനത് ഇടണ പാകത്തിലൊക്കെ ആക്കി എടുക്കും, അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് എനിക്ക്. എന്നാലും ഇത് രണ്ടൊരു മെഷർമെൻ്റ് ആയതുകൊണ്ടേ, ബാക്ക് കയറി ഫ്രണ്ട് ഇറങ്ങിയൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു അങ്കലാപ്പില്ലാതെ ഇല്ല. അപ്പോൾ ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സൈഡിലൊരു ടക്കും കൂടി, ഫ്രണ്ടിലൊന്നേ ഒരു ടക്കും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അവിടെ ഒരു ഷേപ്പ് കിട്ടുള്ളേ. അപ്പം ഞാൻ ആ ടക്കും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേ. കണ്ടോ, ആ ഭാഗത്തൊരു ടക്കില്ലേ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊന്ന് ടക്ക് മാർക്ക് ചെയ്തിട്ട് ആ ടക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്കും ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കണം.
സ്ക്വയർ വേ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി പടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ നല്ലതുകൊണ്ട് തീരെ കുറവാണ്. ഞാൻ കുറേ ജോയിൻറ്റ് പീസൊക്കെ പടിയൊക്കെ പിന്നെ അകത്തേക്ക് പോകുമല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ജോയിൻറ്റ് പീസൊക്കെ കൂട്ടി കൂട്ടി പടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്ക് ഓപ്പൺ ആണെങ്കിൽ ഇടാനുണ്ടല്ലോ ഒരാളുടെ സഹായം വേണം, അല്ലെങ്കിൽ പിന്നെ സൈഡ് സിപ്പ് കൊടുക്കണമായിരുന്നു. അപ്പം ഫ്രണ്ട് ഓപ്പൺ ആകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് തന്നെ ഇടാം. എനിക്ക് കൂടുതലും ഇഷ്ടം ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. എനിക്ക് ഒന്നാമത് ഇപ്പം ഇത്തിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ടേ ബാക്ക് ഓപ്പണിൽ നല്ലത് തന്നെ ഫ്രണ്ട് തന്നെ ആയിരിക്കും. അപ്പം ഞാനത് പടിയൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ തയ്ച്ച് തയ്ച്ചല്ലേ പഠിക്കുന്നത്, നമ്മുടെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പഠിച്ചെടുക്കുന്നത്. നമുക്ക് തന്നെ ആദ്യം ഇങ്ങനെ കൺഫ്യൂഷനുള്ള അളവുകൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. മറ്റൊരാൾക്ക് തയ്ക്കാൻ നമുക്ക് പേടിയുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവൊക്കെ അതിലേക്ക് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഹെമ്മിങ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് കൂട്ടുവാണ്. സൈഡ് അളവൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കുവാണ് കേട്ടോ, കൃത്യം തന്നെ ഉണ്ടാവുന്നു. ഫ്രണ്ടിൽ നമുക്ക് 10.5 കിട്ടണമല്ലോ, ബാക്ക് നമ്മൾ 10.5 ഒരു സൈഡ് എടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കൈയൊക്കെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തൊക്കെ വെച്ച പാടൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ അങ്ങോട്ട് അടിച്ചാൽ മതി. കൈയിൻ്റെ താഴത്തെ വണ്ണം ഉണ്ടല്ലോ, അവിടെ മടക്കി എടുക്കുമ്പോൾ അത് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് കൈവണ്ണമൊക്കെ ഒന്ന് കൈവണ്ണമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അവിടെ വരെ അടിച്ചെടുത്തിട്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ, കട്ട് ചെയ്ത്. അപ്പോൾ ബ്ലൗസ് തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഹെമ്മിങ് ചെയ്ത് ഇട്ട് നോക്കിയാലേ സമാധാനം ആവുകയുള്ളൂ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം എങ്ങനെയാകും എന്നുള്ളതേ. നെക്കിൻ്റെ കാര്യത്തിലാണ്, നെക്കിൻ്റെ അവിടെയൊക്കെ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ തലേ ദിവസമാണ് തയ്ക്കാനിരിക്കുന്നത്, നാളെ വേണ്ടതാണിത്. നമ്മളങ്ങനെയാണല്ലോ തയ്യക്കാർ അവരവരുടെ എല്ലാം മുഹൂർത്തത്തിലേ തയ്ക്കുകയുള്ളൂ. ഞാനും നാളെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്ന് അങ്ങനെ തലേ ദിവസമായി. പിന്നെ എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥയുമായിരുന്നു, ചുമയും ശ്വാസം മുട്ടൊക്കെ ആയിട്ട്. പിന്നെ പുറത്ത് കൊടുക്കണ്ടല്ലോ, നമുക്ക് തന്നെ തയ്ച്ചെടുക്കാനുള്ളൂ. എത്ര രൂപ കൊടുക്കണം തയ്ക്കണമെങ്കിൽ? അപ്പോൾ ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് തന്നെ ഇടാനല്ലേ, നമുക്ക് തന്നെ തയ്ച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സമാധാനിച്ച് ഞാൻ ബ്ലൗസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇത് തയ്ച്ച് ഞാൻ ഇട്ട് നോക്കിയപ്പം കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ട് സൈഡും കൂട്ടിയിട്ട് ആ ഭാഗത്തും കൂടുതലുള്ള ഭാഗമൊക്കെ ഞാനൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൃത്യം വരാതിരുന്നത് എന്താണല്ലോ, ആ നെക്കിൻ്റെ അളവിലുള്ള വ്യത്യാസം ഓർത്തിട്ടാണ് കേട്ടോ. തുണി എല്ലായിടത്തും അങ്ങ് വ്യത്യാസപ്പെട്ടു പോയത് അളവൊക്കെ. മൂന്നടിപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ബ്ലൗസിൽ, കാരണം ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നേരം അടിക്കാൻ നിൽക്കണ്ടല്ലോ. ഒരടിപ്പ് അഴിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇട്ട് നോക്കാം. അങ്ങനെ എല്ലാ ഭാഗവും തയ്ച്ചൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ ഹെമ്മിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. കൈ ഹെം ചെയ്യണം, കഴുത്ത് ചെയ്യണം, ഹുക്സ് പിടിപ്പിക്കണം. കൈ മറിച്ചടിക്കുവാണെങ്കിൽ ഹെം ചെയ്യേണ്ടി വരില്ലായിരുന്നു, പക്ഷേ ഞാൻ മറിച്ചടിച്ചില്ല, പറഞ്ഞില്ലേ നിഴൽ കാണുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് മടക്കി ഹെം ചെയ്യണ വിധത്തിൽ തന്നെ ആക്കി എടുത്തു. അത് എന്നിട്ട് നമുക്കൊന്ന് ഹെം ചെയ്യേണ്ട ബുദ്ധിമുട്ടേ ഉള്ളല്ലോ. അങ്ങനെ ഞാൻ ബ്ലൗസൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ തന്നെ ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് തന്നെ ചെയ്ത് നോക്കി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് ഇറങ്ങി ബാക്ക് കയറി എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്ച്ചൊക്കെ പഠിക്കുക. അപ്പോൾ ശരി, എന്നാലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.